എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയുടെ പേരാണ് നോട്ട് ലെസ് ദാൻ എനിവൺ, കിസി സെ കംനി, ആരിലും കുറവല്ല. ഈ വിഷയമെടുക്കാൻ കാരണം കഴിഞ്ഞ മാസം ഞാനൊരു പേപ്പർ കട്ടിങ് കണ്ടു. അതിനകത്ത് എഴുതിയിരിക്കുന്നതായ ഒരു കാര്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കാരണം ഇന്ന് കേരളത്തിലും മറ്റുള്ള പല സ്ഥലങ്ങളിലും മാതാപിതാക്കൾ ഒറ്റപ്പെട്ട് കഴിയുന്ന പല ഭവനങ്ങളിലുമുണ്ട്. ചിലപ്പോൾ ആ ഭവനങ്ങളിൽ കുട്ടികൾ താമസിക്കുന്നുണ്ട് ഫാമിലിയായിട്ട്. അവിടെ ഒറ്റപ്പെടുന്നതായ മാതാവ്, ചില ഭവനങ്ങളിൽ ഒറ്റപ്പെടുന്ന പിതാവ്, അങ്ങനെ പല രീതിയിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായ ഒരു സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, പ്രത്യേകിച്ചും കേരളത്തിൽ. ആയതിനാൽ ഈ കട്ടിങ് വായിച്ച ശേഷം എനിക്ക് ഈ ഒറ്റപ്പെട്ട് കഴിയുന്നതായ മാതാപിതാക്കളോട്, അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുന്നതായ കുട്ടികളോട് പറയാനുള്ള ചെറിയൊരു മെസ്സേജാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആയതിനാൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് ഏകദേശം രാവിലെ ഒരു 10:30 മണി സമയം ഒരു ഫുട്പാത്ത്, ആ ഫുട്പാത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു ബെഞ്ച്, ആ ബെഞ്ചിലിരിക്കുന്ന ഏകദേശം ഒരു 80 വയസ്സിന് മുകളിലുള്ള ഒരു പ്രായമുള്ളൊരു വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു 10 അടി ദൂരെ മാലിന്യ കൂമ്പാരം, വേസ്റ്റ് ബിൻ നിറഞ്ഞു കിടക്കുകയാണ്. ചുറ്റുവട്ടത്തുള്ള റെസിഡൻസ് ആൾക്കാർ അവിടെ വേസ്റ്റ് തള്ളിയിരിക്കുകയാണ്. അദ്ദേഹം ഇരുന്ന് ചിന്തിക്കുകയാണ്, എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഈ ലോകത്ത് ഞാൻ തന്നെയാണ്. ആയതിനാൽ ഞാൻ മരിക്കാൻ പോവുകയാണ്, ആത്മഹത്യ ചെയ്യാൻ പോകുക ആണ് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് അദ്ദേഹം ആ ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ആ മാലിന്യ കുട്ട, അതായത് വേസ്റ്റ് ബിന്നിനടുത്തേക്ക് ഒരു മനുഷ്യൻ നടന്നു വരുന്നു. അദ്ദേഹം ആ മാലിന്യ കൂമ്പാരത്തിൽ കൈയിട്ട് കുറച്ച് കാർട്ടൺ കട്ടിക്കൂടുകൾ എടുക്കുന്നു. അത് വൃത്തിയാക്കി അദ്ദേഹം കളക്ട് ചെയ്ത് പോകുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ പ്ലാസ്റ്റിക് ബാഗുമായിട്ട് കടന്നു വന്നു. ആ വേസ്റ്റ് ബിന്നിനകത്ത് കൈയിട്ട് അവിടുന്ന് പൊട്ടിയ ബോട്ടിലുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും പ്ലാസ്റ്റിക് പേപ്പറുകളും എല്ലാം കളക്ട് ചെയ്തു. അവരും കടന്നുപോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് നായ്ക്കുട്ടികൾ, പട്ടിക്കുട്ടികൾ ഓടി വന്നു, ചാടിക്കേറി ആ വേസ്റ്റ് ബിന്നിനകത്ത് അവർക്ക് ഇഷ്ടമുള്ള വേസ്റ്റുകളെല്ലാം അവർ കഴിച്ചവർ തൃപ്തിയായിട്ട് കടന്നു പോകും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പശുക്കൂട്ടം വന്നു. ഒരു 3-4 പശുക്കൾ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആ വേസ്റ്റ് ബിന്നിൽ അവർ കഴിക്കുകയാണ്. വെജിറ്റബിളിൻ്റെ വേസ്റ്റുകളുണ്ട്, അതെല്ലാം കഴിച്ച് അവരും കടന്നുപോയി. ഇതെല്ലാം ഈ ബെഞ്ചിലിരിക്കുന്ന പ്രായമുള്ള മനുഷ്യൻ വാച്ച് ചെയ്യുകയാണ്. അദ്ദേഹം അപ്പോൾ ചിന്തിച്ചു, ഈ മാലിന്യക്കൊട്ടയിൽ ഇട്ടിരിക്കുന്ന വസ്തുക്കൾക്ക് പല ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ ആവശ്യമുള്ള ആരെങ്കിലും കാടില്ലേ ഈ ലോകത്ത്. അപ്പോൾ അദ്ദേഹം ആ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. ദെൻ വൈ ഷുഡ് ഐ ഡൈ? ഞാൻ എന്തിനു മരിക്കണം? യെസ്, വെരി ഗുഡ്. നല്ലൊരു പോസിറ്റീവ് ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിച്ചു വന്ന പാത തിരിഞ്ഞു നോക്കൂ. ഇനി മുന്നോട്ടുള്ള ജീവിതം ഇത് നമുക്ക് വരദാനമായി കിട്ടിയിരിക്കുന്നതാണ്. അപ്പം നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ മാറണം. നമ്മുടെ സ്വഭാവം മാറണം, നമ്മുടെ ക്യാരക്ടർ മാറണം. നമ്മൾ ഏത് ഭവനത്തിൽ വസിക്കുന്ന കുട്ടികളുടെ കൂടെ കുടുംബമായിട്ട്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ജീവിക്കുകയാണ്. അപ്പം നമ്മുടെ എക്സിസ്റ്റിംഗ് ക്യാരക്ടർ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം, കൂട്ടുകാരിലേക്ക് ഇറങ്ങണം. അവിടെ നമ്മളെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളും മാറണം. അപ്പോൾ സമൂഹം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമ്പം നമുക്കൊരിക്കലും ഒരു ഒറ്റപ്പെടൽ, ഒരു ലോൺലിനെസ് ഫീൽ ആകിയില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ കുട്ടികളോടും പറയാനുള്ളത്, നമ്മൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരെയും ചേർത്ത് പിടിക്കണം. അവരാണ് ഈ ഭൂമിയിലേക്ക് വരുവാൻ കാരണക്കാരായിരിക്കുന്നത്. നമ്മുടെ സൃഷ്ടികർത്താക്കൾ മാതാവും പിതാവുമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പരിചരിച്ച് മുന്നോട്ട് പോകണം. നല്ലൊരു അറ്റ്മോസ്ഫിയർ പോസിറ്റീവായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കും എത്ര പ്രായം വരെയും ഒരു ഹെസിറ്റേറ്റ് മെൻറ്റാലിറ്റി വരികയില്ല. ആയതിനാൽ നമ്മൾ ഒരിക്കലും തന്നെയല്ല, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരൻ വിളിക്കൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. ആയതിനാൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. നന്ദി, നമസ്കാരം.